ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്ന് ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യമാണ് ഏറ്റവും വലിയ വിലക്കയറ്റത്തിലുള്ള ഒരു ഓണം ജനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. മാർക്കറ്റിൽ ഫലപ്രദമായിട്ട് ഇടപെടുന്ന രീതി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അതുണ്ടാവണം എന്ന് തന്നെയാണ് ഇനിയും. ഒരു ഓണം മാത്രമല്ല, ഇനിയും ഓണങ്ങളുണ്ടല്ലോ. ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണ നിലപാടുകളും വർഗീയ നിലപാടുകളോടുള്ള പരിപൂർണമായ കീഴടങ്ങലും നടത്തിക്കൊണ്ടാണ് വി.ഡി. സതീശൻ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും അംഗീകാരമുള്ള സ്ഥാനങ്ങളിലുള്ളവർ RSSൻ്റെയും BJPയുടെയും പാറ്റകളായി പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ നിങ്ങൾ പറയൂ പാറ്റകളല്ല എന്ന്. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കുട്ടികളോട് എല്ലാ A+ വാങ്ങിയ കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ പറയൂ നിങ്ങൾ പാറ്റകളല്ല എന്നും. പിന്നെ പറഞ്ഞു നിങ്ങൾ സിംഹങ്ങളാണെന്ന് പറയൂ. കുട്ടികൾ സിംഹങ്ങളാണെന്ന് പറഞ്ഞപ്പോഴും മിണ്ടിയില്ല, പാറ്റകളാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോഴും മിണ്ടിയില്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ ചായ കുടിച്ചില്ലേ, നിങ്ങൾക്ക് ജീവനില്ലേ പറയാൻ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഗവർണർ കൂടി ഇരിക്കുന്ന ഒരു വേദിയാണ് അത്. അതിൻ്റെ അപ്പുറത്ത് കടന്ന് പറയുന്ന വൈസ് ചാൻസലർമാരുള്ള ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടാണ് വി.ഡി. സതീശനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാം ഇന്ന് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഘപരിവാറിന് കീഴ്പ്പെട്ട ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെതായ ഒരു പ്രശ്നം. വന്ദേ ഭാരതം പാടൽ മാത്രമല്ല പ്രശ്നം, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് കേരളീയ സമൂഹം ഇപ്പോഴും വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ചില പത്രത്തിന് മുഖപ്രസംഗം തന്നെ എഴുതേണ്ടി വന്നത്. ഞാൻ ആ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. നമ്മളെ എല്ലാ കാലത്തും എതിർക്കുന്ന ചില പത്രമാണ് ആ രീതിയിൽ മുഖപ്രസംഗം തന്നെ എഴുതിയത്. ഇങ്ങനെയുള്ള വൈസ് ചാൻസലർമാരെയൊക്കെ തീരുമാനിക്കുന്നതാണ് അപകടകരമായ കാര്യം എന്ന്. അതാണ് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, പ്രോസിക്യൂഷൻ ഒത്തുകളിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണല്ലോ ഡോക്ടർ രാമന് ജാമ്യം കിട്ടിയപ്പോൾ കോടതി പറഞ്ഞത്. കോടതി തന്നെ ശക്തിയായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള, പ്രചാരവേല നടത്തിയിട്ടുള്ള RSSൻ്റെ പ്രവർത്തകന് ജാമ്യം കിട്ടുന്ന നില ഉണ്ടായല്ലോ, ഇല്ലേ? അതൊക്കെ ഇവരുമായിട്ടുള്ളൊരു ഒത്തുകളി തന്നെയാണ്. ആ ഒത്തുകളി പലതരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംഘപരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ചിത്രം. ആര് അത് ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള, മുൻ സ്പീക്കറായിട്ടുള്ള, കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPIMന് യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിച്ചില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ വിളിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ്.
എങ്ങനെയാന്ന് ഊക്കണമെന്ന് പറഞ്ഞു തന്നാൽ മതി. അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ എന്തായാലും ഊക്ക് പറഞ്ഞിട്ട് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളിയാ. ഞാൻ എൻ്റെ ഊക്കിലല്ലേ പറയാ. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP നേതാവ് AM ശംസീർ എന്ന് പറയുന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറോട് ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ലീഗിന്റെ പ്രയോഗമൊന്നും നടത്താൻ പറ്റുന്ന ഒന്നല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. മതി ഊക്ക്. അല്ല, അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല, അതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. എന്താ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ വിമർശനത്തിന് അദ്ദേഹത്തിന് ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാഴ്സിയുണ്ട്, ഒന്നും അല്ലാത്തവരുണ്ട്. ഒരു മതത്തിലും പെടാത്തവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനി എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാത്തവരും എല്ലാം ചേർന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരെങ്കിലും ഒരാളെ അദ്ദേഹത്തിന്റെ പേര് വെച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. ആ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അതാണ് കാര്യം. അത് കുറച്ചും കൂടി ആലോചിച്ച് പറയാം. കുറച്ചും കൂടി ആലോചിച്ച് പറയാം. നിങ്ങൾ ഇത് പത്ര വർഗീയ പരാമർശമാണെങ്കിൽ വർഗീയ പരാമർശമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഇവിടെ വർഗീയല്ല, ഇവിടെ ലീഗാ പറഞ്ഞത്. ലീഗ് വർഗീയമാണോ? ലീഗിനാ വർഗീയ പാർട്ടിയുടെ പട്ടികയിലാണോ ലീഗിന് വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ട്. അല്ലാണ്ട് ഈ വർഗീയ പാർട്ടിയുടെ പട്ടികയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു പാർട്ടിയല്ല. അതെന്താറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനെപ്പറ്റി വെറുതെ വർത്തമാനം കൊണ്ടുണ്ട്. പക്ഷേ ഇഡിയുടെ നടപടിയിലെ കോൺഗ്രസോ VD സതീശന്റെ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് കോൺഗ്രസും CPM തമ്മിൽ ഇതിന്റെ ധാരണയുണ്ടെന്ന്. അല്ല, BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ EDയും അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന VD സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. അതാ കാര്യം. അതായത് ഡീല് ഞങ്ങൾ അതേ മിണ്ടില്ലല്ലോ. അവരെന്തിനാ മിണ്ടുന്നത്? അവരെല്ലാം കൂടി ചേർന്നല്ലേ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് മിണ്ടേണ്ട കാര്യം എന്താ ഉള്ളത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്ന് ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി പോലെ ഈ ഒരു ശക്തമായ ഭാഷയിൽ എതിർക്കുന്നില്ല. കാരണം അത് ബിസിനസ് ആണ്. ആ കാര്യം അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാടാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ബിസിനസ് അടിസ്ഥാനപ്പെടുത്തിയ കേസോ എന്ത് പറഞ്ഞ് നടന്നോട്ടെ. എന്നാൽ അതിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും എന്നാണ് അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതിൽ അന്നും വ്യത്യാസമില്ല, ഇന്നും വ്യത്യാസമില്ല. ശരി.